നമസ്കാരം. പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആർ എം പി നേതാവ് ഹരിഹരൻ വളരെ കൃത്യമായ നിലപാടും വളരെ അളന്നു തൂക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വളരെ സമർത്ഥനായ നേതാവായിട്ടാണ് എനിക്ക് ദീർഘകാലമായിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കാഴ്ചവെച്ചത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അന്ന് രാത്രി തന്നെ ഫേസ്ബുക്കിൽ തൻ്റെ പ്രസ്താവന തിരുത്തുകയും ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട് നേരെ കല്ലേറുണ്ടാകുകയും ബോംബേറുണ്ടാവുകയൊക്കെ ചെയ്തു. വലിയ അക്രമമാണ് പദ്ധതി ഇടുന്നത്. ഇത് ഈ പ്രദേശങ്ങളിൽ, കോഴിക്കോട് ജില്ലയിലുള്ള ചില പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ഇന്ന് ആർ എം പിയുടെ നേതാവ് എൻ വേണു പത്രസമ്മേളനത്തിൽ ആരോപിക്കുന്നത്. യഥാർത്ഥം ഈ രണ്ട് സംഭവങ്ങളും അപലപനീയമാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ സമയത്ത് അവിടെ ഉണ്ടായ ഒരു വല്ലാത്ത ഒരു ടഗ് ഓഫ് വാർ ഉണ്ട് രണ്ട് മുന്നണികളും തമ്മിലും. അതിനെ തുടർന്നുള്ള നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും മറ്റേ അശ്ലീല വീഡിയോ സംബന്ധിച്ചും പിന്നെ കാഫിർ പ്രയോഗങ്ങൾ സംബന്ധിച്ചും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് ഞാൻ അത്തരം രാഷ്ട്രീയമായ രണ്ട് സംഭവങ്ങളെ, അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെയും ഈ ടഗ് ഓഫ് വാറിന് അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എന്താണ് പറ്റുന്നത് എന്നുള്ള ഒരു, അതിപ്പോൾ രാഷ്ട്രീയം അറിയാവുന്ന പോലെ ഹരിഹരൻ വളരെ വ്യത്യസ്തനായ മനുഷ്യനാകാം, ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് പറ്റുന്നത്? ഇവരെല്ലാവരും, ഈ നമ്മുടെ എല്ലാ മുന്നണികളിലുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇത് ഒരു തവണയല്ല പല തവണയായിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ വലിയ വനിതാ മതിലും വനിതാ സംരക്ഷണവും വലിയ സ്ത്രീപക്ഷവാദങ്ങളും ഒക്കെ നടത്തിയിട്ട് ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം വാക്കുകൾ വരുന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പറയാൻ പാടില്ലാത്ത വാചകമാണ് ഹരിഹരൻ പറയുന്നത്. എങ്ങനെയാണ് എന്നിട്ട് മാപ്പ് ചോദിക്കലാണോ അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്? അത് പറയാതിരിക്കാനുള്ള ഒരു ആർജവുമുണ്ട്, ഒരു നട്ടലുണ്ട്. ഈ ആളുകളെ വിമർശിക്കുമ്പോൾ ഏതറ്റം വരെ വിമർശിക്കാൻ രാഷ്ട്രീയക്കാരെ വിമർശിക്കാമല്ലോ. വേറെ ഔട്ട്സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു കാരണവുമില്ലാതെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് എന്തിനാണ്? ഇത് ഒരാളൊന്നുമല്ല, ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ എത്ര പേര് എത്ര സമയത്ത് എല്ലാവരും അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു മാപ്പ് എഴുതുന്നതാണോ ഇതിന്റെ പരിഹാരം? പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതിനൊക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നടപടിയെടുക്കലാണ് വേണ്ടത്. ഇവരെ ഒന്നും വെച്ചു പൊറിപ്പിക്കരുത്. ഇങ്ങനെ താരാട്ട് പാടുകയും അതോടൊപ്പം ഇങ്ങനെ തൊട്ടിൽ കിടത്തി ആട്ടുകയും പിന്നെ വാമൊഴി വഴക്കം, നാട്ടുഭാഷ എന്നൊക്കെ പറയുന്ന ഒരു ഉളുപ്പുമില്ലാത്ത വർത്തമാനങ്ങളും കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ മൂല്യം എന്നൊക്കെ ഇവർ പറയുന്നത് നമുക്കറിയില്ല എന്തുമാത്രം മൂല്യമാണ് ഇവരൊക്കെ കാണിക്കുന്നത്. അത്തരം മൂല്യബോധത്തെ തന്നെ തകർത്തില്ലാതാക്കുന്ന നടപടികളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതെ അതെ. ഇപ്പൊ ഇന്നിപ്പം വേണു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കെ.കെ.രമയ്ക്കെതിരെ എം.എം. മണി വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തി, സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് കേസെടുക്കാവുന്ന രീതിയിൽ അധിക്ഷേപങ്ങളാണ് നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ നമുക്കറിയാം, അന്ന് LDFന്റെ കൺവീനറായിരിക്കുന്ന വിജയരാഘവൻ, ഇന്ന് അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം രമ്യ ഹരിദാസിനെ കുറിച്ചിട്ട് പറഞ്ഞ ചില അധിക്ഷേപങ്ങൾ, ഇതൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത് ഭാഗ്യവശാൽ ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടായതുകൊണ്ട് UDFന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയക്കാർ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാർ കാണിക്കേണ്ട ചില മാന്യതകളുണ്ട്. കാരണം അവർ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞ് അവരാരും നിർബന്ധിച്ചിട്ട് പൊതുപ്രവർത്തകരായതല്ല. അവർ സ്വയം പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി ഒരുപാട് സമയമൊക്കെ മെനക്കെടുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുറച്ച് അണികളുണ്ട്. അവർ പറയുന്നത് വേദവാക്യം പോലെ കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട്, കൈയടിക്കാനൊക്കെ ആളെ കിട്ടും. അപ്പൊ അവർക്കിടയിലൊക്കെ ഇതാണോ ശരി, അല്ലെങ്കിൽ ഈ രീതിയാണോ ഞങ്ങളും തുടരേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും. ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ട ബാധ്യത ഈ നേതാക്കന്മാർക്കുണ്ട്. ഇന്നലെ തന്നെ കെ.കെ. രമ വളരെ കൃത്യമായി അതിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം ഈ പാർട്ടിയിലും അതുപോലെ തന്നെ ഇവരെ പാർട്ടി മെമ്പർമാരല്ലാത്ത ഒരുപാട് ആളുകൾ RMPക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ UDFന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഇവർ ഏത് അർത്ഥത്തിലായിരിക്കും ഇതിനൊക്കെ? അല്ല രാഷ്ട്രീയ ഇതിന് ന്യായീകരണം ഇല്ലാന്നേ. എന്താ ന്യായീകരിക്കുക? നിങ്ങൾ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുക? ഇതിന് ന്യായീകരിക്കാൻ വാദങ്ങൾ, ഈ രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് മൈക്ക് കെട്ടി ആളുകളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾ എങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വാവിട്ട് പോയി എന്നൊക്കെ കൈവിട്ട് പോയി എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കൈവിട്ട് പോകാൻ പാടില്ല.
അതിനുള്ള ശ്രദ്ധ ഇവർക്കൊണ്ടാണ്. നിയമസഭയ്ക്കകത്താണേലും പുറത്താണേലും നമ്മളുടെ നേതാക്കൾ നടത്തിയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾക്കൊക്കെ ഇങ്ങനെ ന്യായവാദങ്ങൾ, ഞാൻ പറയണ അവരെയൊന്നും പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയവർ പലരും നമ്മുടെ അധികാര സ്ഥാനങ്ങളിലും കയറിയിരിപ്പുണ്ട്. അവരൊക്കെ അത്തരം അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ സഹിക്കാൻ പറ്റുക? ഏത് രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്? അല്ല, അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ ആ നിമിഷം ഈ പാർട്ടിയിൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പുറത്തു കളയണ്ട, പിന്നെ അതിനകത്തോട്ട് കയറ്റരുതെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സൂക്ഷ്മത എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണം. പൊതുപ്രവർത്തകരാണ്, അല്ലാതെ വെറുതെ ആളുകളല്ല, പൊതുപ്രവർത്തകരാണ് ഇത് പറയുന്നത്. എന്നിട്ട് മറ്റുള്ളവരുടെ ധാർമ്മികത അളക്കുന്ന ആളുകളായി മാറിയിട്ടിരിക്കുകയാണ്. ഓരോ അണികളും അവരവരുടെ നേതാക്കൾ ചെയ്യുന്നതൊക്കെ പുണ്യപ്രവൃത്തിയും ഇപ്പുറത്ത് ചെയ്യുന്നതെല്ലാം പാപപ്രവൃത്തിയും ഒന്ന് വേർതിരിക്കുന്ന വളരെ മ്ലേച്ഛമായ മൂല്യബോധത്തിലാണ് ഇവരെല്ലാം നിലനിൽക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല ഒരു തരത്തിലും. അല്ല, ഇപ്പൊ എൻ വേണു അത് തന്നെയാ പറയുന്നത്. പിന്നെ മറ്റ് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹരിഹരന്റെ വീടിന് നേരെ ബോംബാക്രമൊക്കെ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപകടകരമാണ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ തോൽവിയാണല്ലോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരന്റെ കൊലയിലേക്കൊക്കെ നയിച്ചത്. അപ്പോൾ ആ പ്രദേശത്ത് ആകമാനം ഇപ്പോഴും അന്നുണ്ടായ ആ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അക്രമാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഈ DYFI ഏറ്റെടുക്കുകയും അവര് ഈ ഇദ്ദേഹത്തിന്റെ വീടിന് അക്രമം നടത്തി എന്നൊക്കെ പറയുമ്പോഴേക്ക് അവിടെ ഇലക്ഷന് ശേഷം വരാൻ പോകുന്ന മിയർ രാഷ്ട്രീയമാണ്. അതെ, അതൊന്നും പറയാനുള്ള ധാർമ്മികത ഈ ഒരു സംഘടനയ്ക്ക് ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞാലും ഒരുപോലെ എതിർക്കണം. അതെ, അത് നടത്തുന്നില്ലല്ലോ. ഇത് ആളെ നോക്കിയിട്ട് അതിന്റെ തീവ്രത അളന്ന് പരിശോധിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളോ എതിരഭിപ്രായങ്ങളോ അക്രമങ്ങളോ നടത്തുന്ന അത് കേവലമായ രാഷ്ട്രീയമാണ്. ആ കേവലമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇത്തരത്തിൽ വെച്ച് പൊറുപ്പിക്കരുത് എന്ന് പറയാനുള്ള ആർജവമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയോ, KK രമ ശൈലജ ടീച്ചറിനെതിരെ പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചറിനെ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞാണ്. KK രമയും ഉമാ തോമസും കൂടെ പറഞ്ഞാണ്. അതേ അഭിപ്രായം തന്നെ KK രമ. അത് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരെ പറഞ്ഞപ്പോഴും വളരെ ശക്തമായിട്ട് ഇത് ശരിയല്ല, ടീച്ചർക്കെതിരെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവും കാണിച്ചു. അവിടെ ഇതിവിടെയും കാണിച്ചു. പക്ഷെ അവിടെ കൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുമ്പോൾ ഇപ്പം ആർക്കും പറയാവുന്നതാണ്. സ്ത്രീ വിരുദ്ധത പറയാം, പിന്നീട് മാപ്പ് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഇതൊക്കെ കണ്ടു കേട്ട് വളരുന്ന ഒരു യുവസമൂഹം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊന്നും രാഷ്ട്രീയക്കാരോട് ബഹുമാനം ഇല്ലാതാവുന്നതും രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലാണ്ടാവുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള പ്രവണതകൾ തന്നെയാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിലുള്ള യുവതലമുറയുണ്ടല്ലോ, അവരുടെ പ്രയോഗങ്ങൾ അതിരുവിടുന്നത് നമ്മൾ പലതവണ കേരളത്തിൽ കണ്ടു. അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുന്നണിയിലെ നേതാക്കന്മാർ ഈ പ്രതിപക്ഷം പറയുന്ന അല്ലെങ്കിൽ ഭരണപക്ഷം തിരിച്ചു പറയുന്ന അപ്പുറത്ത് അതിന്റെ കൺസേൺഡ് നേതാക്കൾ അത് തെറ്റായി പോയി എന്ന് പറയാനുള്ള, അതാണ് ഞാൻ പറയുന്നത്. അതിനാണ് നട്ടല് എന്നൊക്കെ പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട നട്ടല് എന്ന് പറയുന്നത് അതാണ്. അത് കാണിക്കാത്താണ് ഈ പ്രശ്നം. അല്ല, ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ MV രാഘവന്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. MV രാഘവൻ CPM-ന്റെ അനിശ്ചിതന നേതാവായിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രസംഗം, ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ മിക്കവാറും ഒരു 10-15 സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. സ്ത്രീ വിരുദ്ധത മാത്രം പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പിന്നീട് കുറച്ചൊക്കെ മാറിയെങ്കിൽ പോലും ഇപ്പോഴും MV രാഘവൻ അന്ന് ഉണ്ടാക്കിയിട്ട അത്തരത്തിലുള്ള ഇത്തരം ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പ്രയോഗങ്ങൾ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇത്തരം സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 57-ലേക്ക് മുദ്രാവാക്യം എടുക്കുമ്പോൾ ഈ ഗൗരി അമ്മയെയും EMS-നെയും അന്ന് KC ജോർജ് ഭക്ഷ്യമന്ത്രിയായിരുന്ന KC ജോർജിനെയൊക്കെ വളരെ അവരുടെ അംഗവൈകല്യത്തെ കളിയാക്കുന്ന, അവരുടെ ജാതിയെ കളിയാക്കുന്ന, അവരുടെ വൈദവ്യത്തെ കളിയാക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ 57-ൽ നിന്ന് നമ്മൾ ഇത്രയും വർഷമായിട്ടും ഒരു അടി പോലും മുന്നോട്ട് പോകുന്നില്ല എന്നതിന്റെ അർത്ഥം. അവിടെയാണ് നമ്മളെ പേടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അതാണ് ഈ ഇങ്ങനെയുള്ള ആളുകളാണ് ഇനിയും വരുന്നതെങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉദിക്കുന്നത്. വാക്കിലും മൈക്കിലൂടെ മാത്രമുള്ള ഈ സ്ത്രീ സംരക്ഷണവും സ്ത്രീ സുരക്ഷയൊക്കെ പറയുന്നവരുടെ പുറംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് ഓരോ ദിവസവും. അതിന് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം. ഒന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പൊ ഈ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, RMP നേതാവ് ഇത്തരം അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുക, അദ്ദേഹത്തിനെ കായികപരമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് വീണ്ടും ചരിത്രത്തിന്റെ പുനരവതരണമാണ്. അല്ലെങ്കിൽ ഒരാളിനെ അവിടെ ഇല്ലാതാക്കിയതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണിത്. അവർ തന്നെ വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരു നേതാവിനെതിരെ കായികപരമായ അക്രമം നടത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള വ്യക്തിപരമായി അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമവും അപകടകരമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാം.
പക്ഷേ അദ്ദേഹത്തിനെ കായികപരമായി ആക്രമിക്കുക, അദ്ദേഹത്തിന് വീട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പ്രവണതയല്ല. അത് ആ പ്രദേശത്ത് വലിയ രീതിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഈ ചെറിയൊരു പ്രശ്നത്തിൽ തീരില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്.